നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് റേഡിയോളജിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് റേഡിയോ ഡയഗ്നോസിസ് ആയ ഡോക്ടർ മനോജ് KS ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഈ റേഡിയോളജി നമ്മളെല്ലാവരും ഒരു പനിയായിട്ട് പോയാൽ പോലും ഒരു റേഡിയോളജിൻ്റെ സേവനമില്ലാതെ യഥാർത്ഥത്തിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഒരു ചെസ്റ്റ് എക്സ്റേ, അതിൻ്റെ ഒരു റിപ്പോർട്ട് എപ്പോഴും ഉള്ളത്. ആ ചെസ്റ്റ് എക്സ്റേ എന്നൊരു എക്സ്റേയിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മളൊരു രോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ് MRI, CT സ്കാൻ. ഇതാണ് എപ്പോഴും കാര്യം, ഒരുപാട് പേർക്ക് ഇപ്പോഴും നമുക്കറിയാം. പക്ഷേ എന്താണ് ഈ MRI എന്നും അല്ലെങ്കിൽ എന്താണ് ഈ CT സ്കാൻ എന്നും ഇതെന്താണ് നമുക്ക് ഒരു 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 ആരോഗ്യം ഇല്ലാത്ത ഒരാളിനെ ഇതെങ്ങനെയാണ്, ഒരു രോഗിയെ ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതും എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ MRI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? MRI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് എന്നുള്ള ഇമേജിംഗ് സിസ്റ്റമാണ്. MRI എന്ന മെഷീൻ, CT സ്കാനും ഒരു മെഷീനാണ്. അപ്പോൾ MRI മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഇമേജ് അല്ലെങ്കിൽ ഒരു രോഗിയുടെ ചിത്രങ്ങൾ, മെഡിക്കൽ ഇമേജസ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. MRI ഒരുപക്ഷെ ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിന് ലഭ്യമായ പല പരിശോധനകളിലും ഏറ്റവും ആധുനികമായ ഒരു ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു രോഗനിർണയ ഉപാധിയാണ്. MRI സ്കാനിൽ ഒരു പ്രത്യേകതരം റേഡിയേഷൻ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന ഒരു കാന്തിക തരംഗങ്ങൾ, അവ ഉപയോഗിച്ച് ആണ് നമ്മൾ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഈ റേഡിയേഷൻ എന്ന് പറയുന്നെങ്കിലും നമുക്ക് സാധാരണ നമ്മൾ വിവക്ഷിക്കുന്ന റേഡിയേഷൻ, അതായത് അയണൈസിങ് റേഡിയേഷനാണ് നമ്മൾ ശരീരത്തിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാവുന്ന റേഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. MRIയിൽ അങ്ങനെ ഒരു റേഡിയേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ MRI എന്നത് ഏറ്റവും സേഫ് അല്ലെങ്കിൽ ഹാനികരമല്ലാത്ത ഒരു സാങ്കേതിക വിദ്യയാണ്. ഒരു രോഗിയുടെ രോഗനിർണയം നടത്തുന്നത് MRIയിൽ നമുക്ക് അതിൻ്റെ വിവിധ ഓർഗാൻസ് അല്ലെങ്കിൽ ഓരോ ബോഡി പാർട്സിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കാനായി MRI സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു രോഗം മറ്റൊരു രോഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കി, അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ കൂടി MRI സഹായിക്കും. എപ്പോഴാണ് സാർ ഇത് MRI സ്കാൻ നമുക്ക് എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഒരു ക്ലിനിക്കൽ ഒരു രീതിയാണ് നമുക്ക് ഒരു MRI എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണ്? അത് ഒരു പ്യൂർലി അത് ക്ലിനിക്കലാണോ, ഒരു ഡോക്ടർ നിർണ്ണയിക്കുന്നത് തന്നെയാണോ? MRI എടുക്കേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ് എന്ന് നമ്മൾ മെഡിക്കൽ ഇതിൽ പറയുന്ന ഇൻഡിക്കേഷൻസ് ഓരോ സാഹചര്യത്തിലും വളരെ അധികമാണ്. ഉദാഹരണമായി ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകുന്ന ഒരു രോഗി, ഈ സമയത്ത് രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടർ ആ രോഗിക്ക് ഒരു വശം തളർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ്, അതിന് നമ്മുടെ തലച്ചോറിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇത് അറിയണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും സാധാരണമായി നമ്മൾ ചെയ്യുക ഒരു CT സ്കാനാണ്. CT സ്കാനിൽ പല രീതിയിലും നമുക്ക് ആ അസുഖം അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതത്തിൻ്റെ ആ വിശദമായ ചിത്രം, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു വശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ഡെൻസിറ്റി എന്ന് പറയും, അതായത് നമ്മൾ നോർമലായിട്ട് കാണുന്നതിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പിക്ചറിൽ നമുക്കൊരു വ്യത്യാസം കാണും. പക്ഷേ ചിലപ്പോൾ CT സ്കാനിൽ ഈ
കാണുന്നത് കൊണ്ട് നമുക്ക് അത് മുഴുവനായി നിർണ്ണയിക്കാൻ സാധിക്കാതെ വരും. രോഗം പുതിയതായി വന്ന ഒരു സ്ട്രോക്കിൻ്റെ പാർട്ടാണോ, അതോ നേരത്തെ ഉണ്ടായിരുന്നതാണോ, അല്ലെങ്കിൽ ചെറിയ, അതായത് ഞങ്ങൾ ബ്രെയിൻ സ്റ്റെം എന്നൊക്കെ പറയുന്നത്, ബ്രെയിൻ സ്റ്റെം സ്ട്രോക്ക്, ഇങ്ങനെയുള്ള ഏരിയാസിൽ CT സ്കാൻ നമ്മളെ ആ മുഴുവൻ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ MRI ചെയ്താൽ മാത്രമേ ആ രോഗിയുടെ കൃത്യമായ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് വേറെ പല രോഗത്തിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലിവറിൽ അല്ലെങ്കിൽ കിഡ്നിയിൽ ഇങ്ങനെ പല ഭാഗത്തും നമുക്ക് ട്യൂമറുകൾ, മുഴകൾ, ക്യാൻസറായിട്ടുള്ള അതൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത് തന്നെയും പലപ്പോഴും നമ്മളൊരു CT സ്കാൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു വൈദ്യശാസ്ത്രപരമായി കൃത്യമായ രോഗനിർണയം എന്നുള്ള ആ ഒരു അവസ്ഥ ചിലപ്പോൾ എത്തിയില്ല എന്ന് വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ വീണ്ടും MRI ചെയ്യേണ്ടി വരും. കാരണം MRI ചെയ്താൽ മാത്രമേ അതിനെ കൂടുതൽ കൃത്യതയോടുകൂടി നിർണ്ണയിക്കാനും രോഗത്തിൻ്റെ ആ അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യണോ, അല്ലെങ്കിൽ നമുക്കത് വേറൊരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണോ ആവശ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നിർണ്ണയിക്കുന്നതിന് MRI ആവശ്യമായി വരും. വേറൊരവസ്ഥ, നമുക്ക് കുട്ടികൾ, പിന്നെ ഈ CT സ്കാനിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നതുണ്ട്, കോൺട്രാസ്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അലർജിയുള്ള ആൾക്കാർ, ഇങ്ങനെ പലർക്കും, അതിനും നമുക്ക് MRI സ്കാനാണ് നമ്മൾ ആശ്രയിക്കുന്നത്. മാത്രമല്ല വേറെ ഒരു ഗ്രൂപ്പുള്ളത് നമുക്ക് എപ്പിലെപ്സി, അതായത് ജന്നി പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾ, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, ഈ ബ്രെയിനിലുണ്ടാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമുക്കത് കൂടുതൽ നന്നായി മനസ്സിലാക്കണം. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ MRI ആണ് നമ്മൾ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ CT സ്കാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹെഡ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ MRI കാട്ടി മുന്നേ പറയുന്നതായിരിക്കും ആദ്യം ഒരു CT എടുത്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെയുണ്ടോ യഥാർത്ഥത്തിൽ? അതോ ഒരു ആക്സിഡൻറ്റ് നോക്കുമ്പോൾ നമ്മൾ MRIയോ CTയോ നമുക്ക് ആ ഹോസ്പിറ്റലിൽ എന്താണോ അവൈലബിൾ അത് എടുത്താൽ മതിയാകുമോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കുന്ന അവസരത്തിൽ ഏറ്റവും പെട്ടെന്ന്, മാത്രമല്ല രോഗിയെ ഏറ്റവും സേഫായിട്ടും ഇമേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അത്യാവശ്യം. കാരണം പലപ്പോഴും ബ്ലീഡിങ് ഉണ്ടായിരിക്കാം, രോഗിയുടെ പ്രഷർ കുറഞ്ഞിരിക്കാം, ഇങ്ങനെ പല അവസ്ഥകളും ഉണ്ടായിരിക്കാം. വേറൊരു പ്രധാന കാര്യം, ചിലപ്പോൾ ഈ ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ ഈ മെറ്റൽ അല്ലെങ്കിൽ ലോഹത്തിൻ്റെ അംശങ്ങൾ ചിലപ്പോൾ രോഗിയുടെ ദേഹത്തുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ CT സ്കാനാണ് ഏത് അപകടങ്ങളിലും, ഏതൊരു അത്യാഹിത സന്ദർഭങ്ങളിലും നമ്മൾ ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ വാട്ട് വി പ്രിഫർ, അതാണ് സ്റ്റാൻഡേർഡ് മൊഡാലിറ്റി. അതിലുമുപരി മൾട്ടി ട്രോമ അല്ലെങ്കിൽ സിവിയർ ഇഞ്ചുറി ഉള്ള ആൾക്ക് എപ്പോഴും നമ്മൾ CT സ്കാൻ ചെയ്യുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ഇഞ്ചക്ഷൻ അത് ചെയ്ത് രക്തക്കുഴലുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എവിടെ നിന്ന് ബ്ലീഡ് ചെയ്യുന്നു, ഇതും കൂടെ പഠിക്കേണ്ടതുണ്ട്. ഇത് ഏറ്റവും നന്നായി നമുക്ക് കിട്ടുന്നത് CT സ്കാനിലാണ്. CT ആൻജിയോഗ്രാഫി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൾട്ടി പ്ലാനാർ ഇമേജിങ്ങിൽ കൂടി നമുക്ക് കിട്ടുന്ന ആ ചിത്രങ്ങൾ. ഇത് മാത്രമല്ല CT വളരെ ഫാസ്റ്റാണ്. നമുക്കിപ്പോൾ എല്ലാ CT സ്കാനറുകളും 5 മിനിറ്റിനകം തന്നെ ഒരു സ്കാൻ പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കും. ഹെഡ് CT ആണെങ്കിൽ കേവലം ഒരു 10 സെക്കൻഡ് അതുവരെ എടുക്കുകയുള്ളൂ ഇപ്പോഴത്തെ ആധുനികമായ നമ്മുടെ CT സ്കാൻ മെഷീനുകൾ ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ CT സ്കാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. CT സ്കാനാണ് നമുക്കൊരു ഇഞ്ചുറി വന്നാൽ നമ്മൾ ആദ്യമായി ചെയ്യുന്ന മൊഡാലിറ്റി. ഇപ്പോഴും നമുക്കറിയാം, ഈ ഓരോ വർഷം കഴിയുന്തോറും ഈ ഇമേജിംഗ് ടെക്നോളജി മാറുന്നു, ക്ലാരിറ്റി കൂടുന്നൊരു അവസ്ഥ. ഇപ്പോഴും നമ്മൾ MRI ഫിലിമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണുന്നതാണ് 1.5 ടെസ്ല എന്ന് പറയുന്നത്, L എന്ന് എഴുതിയിട്ടുള്ള ഒരു മാർക്കിംഗ്. അപ്പോൾ എന്താണ് ഈ 1.5 ടെസ്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ടെസ്ലയുടെ അല്ലെങ്കിൽ 1.5 എന്നുള്ളത് 3 ആവുമ്പോൾ ഇതിൻ്റെ എന്താണ് അതിന് ഒരു ഡോക്ടർക്ക് വരുന്ന ഒരു വ്യത്യാസം ഇതിനകത്ത്?
നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് വരുന്ന വിഷയങ്ങൾ തന്നെയാണ് അതിൻ്റെ, അതായത് വൈദ്യശാസ്ത്രം എന്നത് അതിവേഗം പുരോഗമിക്കുന്ന ഒരു ശാഖയാണ്. ഓരോ കാര്യത്തിലും ഓരോ രോഗത്തിൻ്റെ നിർണയത്തിലും നമ്മൾ സൂക്ഷ്മതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ പറയും, നമുക്ക് സ്ട്രോക്ക് വന്നാൽ അത് ഏത് ഭാഗത്താണ്, എന്താണ് അതിൻ്റെ കാരണം, എവിടെ നിന്നാണ്. ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അസുഖം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒരുപക്ഷെ ഒരു ചെറിയ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി അതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ഭാഗത്തുള്ള ബ്രെയിനിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ബ്ലീഡിങ് അത് വന്നിട്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ പ്രശ്നങ്ങൾ, വാസ്കുലൈറ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഇതുമൂലമാകാം സ്ട്രോക്ക് വന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത് ഒരു രോഗിയെ സംബന്ധിച്ചോളം പലപ്പോഴും അതിൻ്റെ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ശക്തിയുള്ള മെഷീനുകൾ, കൂടുതൽ പവർഫുള്ളായ അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് വ്യക്തത തരുന്ന, ക്ലാരിറ്റി തരുന്ന ഉപകരണങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ 1.5 ടെസ്ല എന്നുള്ളത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു സയൻറ്റിഫിക് ടേമാണ് ടെസ്ല. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് MRI മെഷീനുകൾ 1.5 ടെസ്ല ആ ഒരു ശക്തിയിലാണ് ആ കാന്തം അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലും കൂടുതലായി നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഇമേജ് ചെയ്യാനായി കൂടുതൽ ശക്തിയുള്ള മാഗ്നറ്റുകൾ ഉപയോഗിച്ച് ഉള്ള MRI മെഷീനുകൾ പല കമ്പനികളും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അതാണ് അടുത്ത 3 ടെസ്ല എന്നുള്ള ഒരു, യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്ലിനിക്കൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് വാങ്ങാൻ കിട്ടുന്നത് ഏറ്റവും ശക്തിയുള്ളത് 3 ടെസ്ല വരെയാണ്. അപ്പോൾ 3 ടെസ്ലയിൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ പോലെ നമുക്കൊരു എപ്പിലെപ്സി പേഷ്യൻ്റ് ഉണ്ട്, ഒരു സീഷർ ഉള്ള പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അയാളുടെ എന്താണ് ആ രോഗത്തിൻ്റെ ചെറിയ ഒരു കാരണമാണെങ്കിൽ വളരെ ചെറിയ മാറ്റങ്ങളായിരിക്കും, ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ ഒക്കെ ഉള്ള ചെറിയ മാറ്റങ്ങളായിരിക്കും. ഇത് കൂടുതൽ വ്യക്തതയോടുകൂടി നമുക്കൊരു 3 ടെസ്ല MRI മെഷീനിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും സാർ, നമ്മൾ MRI കുറിച്ച് പറഞ്ഞു, CT സ്കാനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. അതായത് ഗർഭിണികൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും അൾട്രാസൗണ്ട് ചെയ്യാതെ അവർക്ക് കടന്നു പോകാൻ പോലും സാധിക്കത്തില്ല ഒരു പ്രഗ്നൻസി. അപ്പോൾ എപ്പോഴും ആൾക്കാരുടെ സംശയമാണ്, എന്താണ് ഈ അൾട്രാസൗണ്ട്, നമ്മൾ ഒരു ഗർഭിണിയായിരിക്കുന്ന യുവതിക്ക് അൾട്രാസൗണ്ട് എടുത്താൽ കുട്ടിക്ക് കേടുവരുമോ? നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡോക്ടർമാർ പറയുന്നു അൾട്രാസൗണ്ട് എടുക്കാനായിട്ട്, അത് കുട്ടിയെ കേൾവി ശക്തിയോ എന്തെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ, റേഡിയേഷനുണ്ടോ, കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ റിപ്പീറ്റഡ് ആയിട്ട് എന്തിനാണ് ഈ അൾട്രാസൗണ്ട് എടുക്കുന്നത്? അൾട്രാസൗണ്ട് എടുത്താൽ വേറെ ഏതെങ്കിലും പ്രശ്നമുണ്ടോ? ഇവനൊരു എക്സ്റേ എടുക്കാൻ പോലും ഡോക്ടർമാർ വേറെ ഏതെങ്കിലും ഇപ്പോൾ കാലിൽ വീണു, ഒന്ന് മുട്ട് തിരിഞ്ഞു, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ ചോദിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആണോ, ആണെങ്കിൽ എക്സ്റേ പോലും എടുക്കാത്ത ഒരു സ്ഥലത്ത് ഈ അൾട്രാസൗണ്ട് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ തന്നെയാണ്. അത് ഒരു പ്രത്യേക ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി, അതിന് മുകളിലുള്ള ശബ്ദ തരംഗങ്ങളാണ് നമ്മൾ അൾട്രാസൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. അതായത് സാധാരണ മെഗാഹെർട്സ് റേഞ്ച് എന്ന് പറയുന്ന 10 ലക്ഷത്തിൽ കൂടുതൽ ആവൃത്തി ഉള്ള സൗണ്ട് വേവ്സ്, ഈ സൗണ്ട് വേവ്സിന് ശക്തി ഉണ്ട്. ആ ശക്തി കാരണം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രതിഫലനം, റിഫ്ലക്ഷൻ അത് കിട്ടുന്നു. ആ റിഫ്ലക്ഷനാണ് നമ്മൾ വീണ്ടും നമ്മൾ ഒരു പ്രോബ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് മെഷീനിൽ അത് തിരിച്ച് എടുക്കുന്ന ആ പ്രോബ് ഉപയോഗിച്ച് നമ്മളത് റിസീവ് ചെയ്യുന്നു. അത് ഒരു പിക്ചറായിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇമേജായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പിക്ചർ ഇൻ്റർപ്രറ്റ് ചെയ്താണ് നമ്മൾ ഒരു രോഗനിർണയം, അല്ലെങ്കിൽ ഇപ്പോൾ ഫീറ്റൽ സ്കാനിങ് ആണെങ്കിൽ ആ ഫീറ്റസിൻ്റെ എന്താണ് പൊസിഷൻ അല്ലെങ്കിൽ വേരിയസ് ആസ്പെക്ട്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ ഒരു പിക്ചറിൽ കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടത് ഈ ഒരു ശബ്ദ തരംഗം അല്ലെങ്കിൽ ആ ഒരു ശക്തിയേറിയ അൾട്രാസൗണ്ട് വേവ് കൊണ്ട് ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. വളരെ പരീക്ഷണങ്ങളും വളരെ സ്റ്റഡീസും ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇതുവരെയും അൾട്രാസൗണ്ട് സ്കാൻ
മുഖാന്തരം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് മെഷീൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള അൾട്രാസൗണ്ട് ഉപകരണങ്ങൾ മൂലം ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലുള്ള ശബ്ദതരംഗങ്ങൾ വരുന്നില്ല. തീർച്ചയായിട്ടും ഇത് ഒരു വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ചിലപ്പോൾ ഒരു കാര്യമായി തന്നെ ആൾക്കാർ കാണാറുണ്ട്. അതായത് നിങ്ങൾ അൾട്രാസൗണ്ട് കൂടുതൽ ചെയ്താൽ ചെറിയ അതായത് ഭ്രൂണം അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റസിന് കേടുവരാം എന്ന് ഒരുപാട് പേർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും യാതൊരു പഠനങ്ങളിലോ ടിഷ്യൂയിലോ അല്ലെങ്കിൽ മൃഗങ്ങളിലോ ഒക്കെ നടത്തിയ സ്റ്റഡിയിൽ പോലും ഫീറ്റൽ ഡാമേജ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഗർഭിണികൾക്ക് വീണ്ടും സ്കാൻ ചെയ്യാൻ പറയുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഫീറ്റൽ സ്കാനിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ സ്കാനിങ്ങിൽ പല കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യമായി തന്നെ നമ്മൾ ഏർലി സ്റ്റേജിൽ ആ ഒരു ഫീറ്റസ് ഉണ്ടോ, അത് ശരിയായ രീതിയിലാണോ, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതായത് ഓവറീസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് വരുമ്പോൾ അതിനെന്ത് കാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിരിക്കും ആദ്യത്തെ മാസങ്ങളിൽ അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് വളർച്ച, ഫീറ്റസിൻ്റെ വളർച്ച നിർണ്ണയിക്കാനാണ്. ഇവിടെയാണ് ഒരു പക്ഷേ കൂടുതൽ തവണ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പലപ്പോഴും നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയിൽ നമ്മൾ 2 തവണ സ്കാൻ ചെയ്താൽ നമുക്ക് പൂർണ്ണമായ ചിത്രം കിട്ടുന്നതാണ്. അതായത് ഒരു പക്ഷേ ആദ്യം ഒരു പ്രഗ്നൻസി നോർമലാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അത് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 14 വീക്സ് മുമ്പ്, അതായത് 11 to 14 വീക്സിൽ നമ്മളൊരു സ്കാൻ ചെയ്താൽ സൂക്ഷ്മമായ ചില അബ്നോർമാലിറ്റീസ്, ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്നൊക്കെ പറയുന്ന ചിലതൊക്കെ അതിനെ അൾട്രാസൗണ്ടിൽ അതിൻ്റേതായ പ്രത്യേക ചിത്രങ്ങളുണ്ട്, അത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല എത്ര ഫീറ്റസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു 24 വീക്സ് അല്ലെങ്കിൽ 22 to വിത്തിൻ 24 വീക്സ് ഒരു സ്കാൻ ചെയ്താൽ ഇതിൻ്റെ അനാറ്റമിക് അല്ലെങ്കിൽ ഫീറ്റൽ അനോമലീസ്, സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. അതോടുകൂടി തന്നെ ഇതിനിടയിലുള്ള വളർച്ചയും അറിയാൻ പറ്റും. അതോടുകൂടി നമുക്ക് ഒരുവിധം ആ പ്രഗ്നൻസിയെ പറ്റിയുള്ള ഏതാണ്ട് വിവരങ്ങൾ എല്ലാം തന്നെ കിട്ടുന്നതാണ്. ഇനി ഉള്ള സ്കാനിങ് ആണ് ഈ പ്രഗ്നൻസി തികച്ചും നോർമലാണെങ്കിൽ ഒരുപക്ഷെ അവസാനം അതായത് 40 വീക്സ് അതിനെ അടുപ്പിച്ച് അല്ലെങ്കിൽ 36 to 40 വീക്സിൽ അവസാനം വീണ്ടും അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ പ്ലാസൻ്റയുടെ പൊസിഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ അളവ് ഇതറിയാൻ വേണ്ടി പലപ്പോഴും ഒരു സ്കാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയും, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സമയത്ത് ഒരു സ്കാൻ ചെയ്യാറുണ്ട്. ഇതല്ലാതെ വരുന്ന സ്കാനെല്ലാം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വളർച്ചയിൽ സംശയം അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഗർഭിണിക്കൊരു പിന്നെ BP കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഡോക്ടർ കണ്ടുപിടിക്കുന്നെങ്കിൽ അവിടെയാണ് മറ്റ് സ്കാനുകൾ നിർദ്ദേശിക്കുന്നത്. കൂടുതൽ വളർച്ച കുറച്ചുകൂടി ക്ലിയർ ആകണം, വളർച്ചയെപ്പറ്റി കുറച്ചുകൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ 30ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്യാൻ പറയാറുണ്ട്, അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടിയുടെ പൊസിഷൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കാർഡിയാക് അബ്നോർമാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കൂടുതൽ സ്കാൻ. അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ 2 സ്കാനിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ അവസാന സ്റ്റേജിൽ അത് അവസാനം ഡെലിവറിക്ക് മുമ്പ് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു, എല്ലാം നോർമലാണോ എന്നറിയാം. സാർ, നമ്മൾ ഈ ഏറ്റവും കൂടുതൽ വേഗത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു ടെക്നോളജിയാണ് ഈ റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ളത്? വളരെ ചുരുക്കി. നമ്മളിപ്പോൾ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന 2 പ്രധാന ഏരിയ അല്ലെങ്കിൽ ഒരു ഡിവിഷൻസ് പോലെ വന്നിട്ടുള്ളത്, ഒന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയും രണ്ടാമത് മോളിക്കുലാർ ഇമേജിംഗ് ആണ്. ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ റേഡിയോളജിസ്റ്റുകൾ തന്നെയാണ്
പല പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് പലതരം രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ സാധിക്കും. ഏറ്റവും പ്രാധാന്യമുള്ളത് നമുക്ക് രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ. അവ പലതരം സ്റ്റെൻറ്റുകൾ അല്ലെങ്കിൽ കോയിലുകൾ ഇങ്ങനെയുള്ള പല പുതിയ നവീനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മൾ രോഗങ്ങൾ ചികിത്സിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ അന്യൂറിസം എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ബ്ലോക്കുകൾ, നമ്മുടെ കാലുകളിലോ കൈകളിലോ ഒക്കെ ഉണ്ടാകുന്ന ബ്ലോക്ക് മാറ്റാനായിട്ട് നമുക്ക് മരുന്ന് കുത്തിവയ്ക്കാം അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇടാം. അങ്ങനെയുള്ള ടെക്നിക്കുകളുണ്ട്. പിന്നെയുള്ളത് ഈ മോളിക്കുലാർ ഇമേജിംഗ് എന്ന് പറയുന്ന പുതിയ ശാഖ, അതായത് പെറ്റ് സ്കാൻ എന്നുള്ളതാണ് നമുക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്. അതിൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ആക്ച്വൽ റേഡിയോളജിയുടെ പാർട്ടിലെങ്കിലും റേഡിയോളജിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. മാത്രമല്ല പല രോഗങ്ങളുടെയും നിർണയം കൂടുതലും മോളിക്കുലാർ ഇമേജിംഗ് അല്ലെങ്കിൽ മോളിക്കുലാർ റേഡിയോ ഇമേജിംഗ് ടെക്നിക്സിൽ കൂടെ ആണിപ്പോൾ നമ്മൾ അന്തിമമായിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റേഡിയോളജി അല്ലെങ്കിൽ CT സ്കാനിൽ അല്ലെങ്കിൽ MRIയിൽ നമ്മൾ സെക്ഷൻസ് എടുക്കുമ്പോൾ അതിനും ഉപരിയായി ഒരു ട്യൂമർ കണ്ടാൽ അല്ലെങ്കിൽ വേറൊരു പ്രശ്നം ഒരു പത്തോളജി കണ്ടാൽ അതിനെപ്പറ്റി ഒരു മോളിക്കുലാർ ഇമേജിംഗ് കൂടി ആഡ് ചെയ്ത്, അപ്പോൾ PET CT എന്ന് പറയുന്ന ഒരു ഫ്യൂഷൻ ടെക്നിക്കാണ്. രണ്ട് സാങ്കേതികവിദ്യകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. രണ്ട് പാർട്ടും അനാറ്റമിക്കായിട്ടുള്ള ഇമേജിങ്ങും ഫങ്ഷണൽ അല്ലെങ്കിൽ മോളിക്കുലാറായിട്ടുള്ള ഇമേജിങ്ങും കൂടി ചേർന്നിട്ട് നമ്മൾ അതിനെ കൂടുതലായി മനസ്സിലാക്കുന്നു. ഒരു ട്യൂമർ എന്നുള്ളത് ഏത് തരത്തിൽ അത്രത്തോളം മാലിഗ്നൻ്റ് ആണ്, ക്യാൻസറസ് ആണ് എന്നുള്ളത് നമുക്ക് കൂടുതൽ വിശദമായി കാണിച്ചു തരുന്ന സാങ്കേതികവിദ്യയാണ് ഇപ്പോൾ ഏറ്റവും ആധുനികമായി ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റേഡിയോളജിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ MRIയെക്കുറിച്ചും CT സ്കാനിനെക്കുറിച്ചും അൾട്രാസൗണ്ട് സ്കാനിനെക്കുറിച്ചും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഈ പെറ്റ് സ്കാനുകളെക്കുറിച്ചൊക്കെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.